സിറ്റി തോക്കും. അപ്പൊ നാളെ UCL സെക്കൻഡ് ലെഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് മാച്ച് 11:15 സ്പോർട്ടിംഗ് വേഴ്സസ് ബോഡോ ഗ്ലിംറ്റ്. ബോഡോ ഗ്ലിംറ്റ് തന്നെ ജയിക്കും. കാരണം സ്പോർട്ടിംഗ് റൗണ്ട് ആണെങ്കിലും ഓൾറെഡി 3 ഗോൾ അടിച്ചിട്ടാണല്ലോ. നല്ല ഫോം. ബോഡോ ഗ്ലിംറ്റ് UCL അടിക്കൂ? ഒരു ചാൻസ് ഇല്ല. കാരണം റയൽ മാഡ്രിഡ് അടിക്കും. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും. അതൊരു സംഭവമായിരിക്കും. സീരിയസ്ലി സംഭവമാണ്. ജോക്സ് അപ്പാർട്ട്. സോ 1:30 3 മാച്ചുകളാണുള്ളത്. ആദ്യ മാച്ചിന് ചെൽസി വേഴ്സസ് PSG ആണ്. അത് PSG തന്നെ അടിക്കും, സ്വാഭാവികം. 2-5 ലീഡിങ്ങിലാണ്. ഇനി Advantage ആണ്. തിരിച്ചുള്ളത് ഇച്ചിരി പാടാണ്, സാധ്യല്ല. പിന്നെ ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് ആണ്. ചെൽസിക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് താനിക്കൊന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാനില്ല. എന്താ റയൽ എങ്ങനെ തോക്കുന്ന ഇതിലാണ് ഞാൻ. അടുത്ത സിറ്റി എങ്ങനെ ജയിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിറ്റിക്ക് തന്ത്രം പറഞ്ഞു കൊടുക്കണം ഇവനാണെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അടുത്ത മത്സരം നെക്സ്റ്റ് മത്സരം ഇനിയുള്ള ആഴ്സണൽ ലെവർകൂസൻ ആണ്. അത് എന്തു ആകാം സത്യം പറഞ്ഞ? ഓൾറെഡി ഡ്രോ ആണല്ലോ അല്ലേ? 1-1 ഡ്രോ ആണ്. അത് എന്തു ആകാം സത്യം പറഞ്ഞ? പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആർസണൽ ജയിക്കുന്നതാണ്. ലെവർകൂസനെ തള്ളിക്കളയാൻ പറ്റിയല്ല. കാരണം എന്ത് സംഭവിക്കാം, ഫുട്ബോൾ എന്ത് സംഭവിക്കാം. പിന്നെ ഞാൻ പറയുന്ന ആഴ്സണൽ ടോപ്പ് ഫോമിലാണ്. കാരണം പ്രീമിയർ ലീഗ് തന്നെ ടോപ്പ് ഓഫ് ദ ടേബിൾ ആണ്. സോ പിന്നെ നാളത്തെ മെയിൻ മത്സരം അതെ, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി അങ്ങനെ പറഞ്ഞാൽ മതി. ഹോമാണ്, നമുക്ക് തിരിച്ചു പറയാം. പറയാൻ പറ്റില്ല, കാരണം സിറ്റിയുടെ ഹോമാണ്. പിന്നെ പറയാൻ പറ്റില്ല, പെപ്പിനെ അറിയാലോ, ചരിത്രങ്ങൾ പലതുണ്ട്. അതെ, ചരിത്രങ്ങൾ പലതും ഉണ്ട്. എപ്പോഴും പെപ്പ് പലതും പറയും, ചെയ്യാറുണ്ട്. സോ ആസ് യൂഷ്വൽ ഈ തവണ അത് തന്നെ സംഭവിക്കും. കാരണം ചിലപ്പോ ഈകളുടെ തച്ചടിച്ചു വീഴുന്നില്ല, പറയാൻ പറ്റില്ല. ഇത് മറ്റേ ചെറിയ കൃഷ്ണപ്പരുന്നല്ല. നിലവില് 0-3 അതെ, മാഡ്രിഡിനാണ് അനുകൂലം. ബട്ട് പറയാൻ പറ്റില്ല, സിറ്റിയാണ്, പെപ്പാണ്. 4-0 ആണെങ്കിലും അതെ അതെ, പറയാൻ പറ്റില്ല. UCL ആണ്, ഇത് റയൽ മാഡ്രിഡ് ആണ്. എനിക്ക് തോന്നുന്നു സിറ്റി എങ്ങനെങ്കിലും അടിക്കുന്നു. അത് അവന്റെ തോന്നല് മാത്രം. നല്ലതായിരുന്നു. അവൻ പണ്ട് തൊട്ടേ സ്വപ്നം കാണുന്ന ഒരു സ്വപ്നമാണത്. അടുത്ത ദിവസം തന്നെ ഇവരുടെ കളിയാണ്, ബാഴ്സലോണയുടെ ന്യൂക്കാസിൽ കഴിഞ്ഞ കളിയൊക്കെ ജയിച്ചായിരുന്നു. നത്തിങ് പ്രഷർ, കാരണം ക്യാമ്പിനോന്നാണ്. പോസ്റ്റ് മെസ്സി വന്നതിന് ശേഷം പിന്നെ ക്യാമ്പിനോല് ഞങ്ങൾ തോറ്റിട്ടില്ല. മെസ്സിയില്ല. അല്ല, അതല്ല, മെസ്സി കാലുകുത്തിയതിനു ശേഷം അതാണ് ഉദ്ദേശിച്ചത്. ഇന്നത്തെ കളി കണ്ടല്ലോ, തോറ്റിട്ടില്ലെന്നേ ഉള്ളൂ. സിവയ്ക്കുള്ള കളി ഉണ്ടല്ലോ, സിവയ്ക്കെതിരുള്ള കളി. ഞങ്ങളെ ചെക്കൻ തിരിച്ചു വന്നിട്ടുണ്ട്. ജയിക്കുമെന്നുള്ളത് കണ്ടറിയാം നമുക്ക്. ഞങ്ങള് ജയിക്കൂലേ? ജയിക്കൂലേ? അവരോ പിന്നെ റയൽ മാഡ്രിഡ് ആരല്ലേ പറയുന്നത്? അപ്പൊ എല്ലാരും ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പറഞ്ഞിട്ട് ഇനി തോറ്റു ഞങ്ങളുണ്ട്. സിറ്റി തോക്കും. സിറ്റി തോക്കൂ? അല്ല, സിറ്റി തോക്കും.